നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ഞായറാഴ്ച സമയം ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആ ദൈവത്തെ ആരാധിക്കാൻ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സൃഷ്ടികർത്താവും ദൈവവും പിതാവുമായവനെ ആരാധിക്കാൻ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ എത്രയധികമായി സ്തുതിക്കേണ്ടതാകുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്ന് ഇപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ആരാധനയിൽ പൂർണ്ണമായ ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ സമർപ്പിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശുവിൻ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണമുള്ള വിശുദ്ധിയുള്ള ഒരു ആരാധന നാം സമർപ്പിക്കേണ്ടതിന് നാം ചെന്നുചേരുന്ന ഭാഗ്യഭവനത്തെക്കുറിച്ച് നാം അറിവുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആരെങ്കിലും എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിൽ കടന്നു വന്നവരല്ല. ഭൗതിക നന്മകളെ മോഹിച്ച് നാം ആരും വിശ്വാസ വഴിയിൽ വന്നവരല്ല. നമുക്ക് അങ്ങനെ ആയിത്തീരാമായിരുന്നു. കാരണം നമ്മളിൽ എല്ലാവരും തന്നെ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖദുരിതങ്ങളിലും ഒക്കെ കഴിയുന്നവരാണ്. എങ്കിലും നമ്മുടെ പ്രത്യാശ നാം ഈ ഭൂമിയിൽ വെച്ചിട്ടില്ല, നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നവരാണ്. ആമേൻ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു വാക്യം ആരാധനയ്ക്ക് വേണ്ടി വായിക്കാനായിട്ട് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 23-ഉം 24-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. 1 Thessalonians chapter 5 verse 23 and 24. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. പ്രൈസ് ദി ലോർഡ്. അവൻ അത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മൾ വായിച്ച വചനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അൻപുള്ള സ്വർഗീയ നല്ല പശ്ചാപിതാവേ, ഈ ദിവസം അങ്ങ് ഞങ്ങളുടെ ചിന്തയ്ക്കായി നൽകിയ ഈ വിശുദ്ധ വേദവാക്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ ഹേതുവായി ഞങ്ങൾ വായിച്ച തിരുവെഴുത്തുകൾക്കായി ദൈവമേ അങ്ങേ സ്തുതിക്കുകയാണ്. ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ മന്ന, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ഭക്ഷണം ഈ ദിവസം ദൈവം തരേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും ദൈവമേ വിശപ്പുള്ളവരായി, തിരുവെഴുത്തുകൾക്ക് വിശപ്പുള്ളവരായി തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ഈ ചെറിയ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ചോര ചീന്തി വിലയ്ക്ക് വാങ്ങിയ ഈ വിശുദ്ധ ആത്മാക്കളെ അലടിയ അങ്ങയുടെ വചനത്താൽ പോഷിപ്പിക്കണമേ. എളിയവനെയും സഹായിക്കണം. ദൈവസ്ഥലിൽ താഴ്ത്തുന്നു. മാനവ മഹത്വം അവിടുത്തേക്ക് പിതാവേ, യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മള് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ഞാൻ ഇന്ന് ഈ വാക്യത്തിലൂടെ മറ്റു ചില മേഖലകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുക. ഇവിടെ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനം എഴുതിക്കൊണ്ട് പറയുന്നത്, മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. ഞാൻ ഇംഗ്ലീഷാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മതി. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിച്ചു, ദ ഗോഡ് ഓഫ് വെരി പീസ് എന്താണ് ഹാസ് സാങ്ക്ടിഫൈഡ് യു, നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അപ്പൊ നാം സേവിക്കുന്ന ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, അശാന്തിയുടെ ദൈവമല്ല, പ്രശ്നങ്ങളുടെ ദൈവമല്ല. സമാധാനം. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. ആ ദൈവം നമ്മെ എന്ത് ചെയ്യട്ടെ? മുഴുവനും ശുദ്ധീകരിക്കട്ടെ. റൈറ്റ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹവും ദേഹിയും ആത്മാവും ദൈവം, സമാധാനത്തിന്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ. നമുക്കറിയാം, നമ്മെ കൊണ്ട് ആരെയും ശുദ്ധീകരിക്കാൻ, നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കറയിൽ ചുളുക്കവും മാലിന്യവും ഇല്ലാതെ ദൈവത്തിന് മുമ്പാകെ നിർത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ്
മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. ഒന്ന് ദേഹം, രണ്ട് ദേഹി, മൂന്ന് ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലുമാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ദൈവത്തിന്റെ ഇമേജിലും ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്ത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു സൃഷ്ടിയെക്കാളും ഉത്കൃഷ്ടമായ, ഉദാത്തമായ, ഉത്തമമായ സൃഷ്ടിയായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ മനുഷ്യനായ ആദാം. ഹി വാസ് എ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും പിശാചിന് ചെവി കൊടുത്തപ്പെട്ട നിമിത്തം ആ ഉത്തമ സൃഷ്ടി എന്നുള്ള അവസ്ഥയിൽ നിന്നും ഹീന മനുഷ്യനായി അവൻ അധപ്പതിച്ചു പോയി. ഈ കാര്യം ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയുന്ന അവസാനത്തെ ആദ്യമേ അറിയുന്ന ദൈവം തന്നെ ഉൽപ്പത്തി 3:15 ഒരു വാഗ്ദത്തം നൽകുകയാണ്: സ്ത്രീയുടെ സന്തതി വരും. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയുടെ സന്തതിയായി ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ വീണുപോയ അവസ്ഥയിൽ നിന്നും ഉത്തമ സൃഷ്ടിയായി പുതുക്കി പണിയേണ്ടതിന് ഒരു വാഗ്ദത്തം നൽകിക്കൊണ്ടാണ് ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായങ്ങളുടെ താളുകളോട് നമ്മൾ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീണുപോയ മനുഷ്യൻ അവന്റെ വീഴ്ചയിൽ അവന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ നരകയോഗ്യമായി ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചു വന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നാമും ജനിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ മനുഷ്യന് മാത്രമേ എന്തുള്ളൂ? ആത്മാവുള്ളൂ. മനുഷ്യൻ ദൈവം നൽകിയത് ദൈവത്തിന്റെ ഒരു ഓഹരിയായ ആത്മാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബാക്കി ഏറ്റവും ഉന്നതമായ വലിയ വലിപ്പത്തിലും ശക്തിയിലുമുള്ള മൃഗജീവജന്തുക്കളിൽ നിന്നും മുതൽ താഴെ ജീവകോശമുള്ള ഏറ്റവും ചെറിയ പ്രാണികൾ വരെയും ദേഹവും ദേഹിയും മാത്രമുള്ള ജീവികളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലാണ്. എന്ന് വെച്ചാൽ എന്താണ് ദൈവത്തിന്റെ ഛായ? സ്പിരിറ്റ്. ദൈവം ആരാണ്? ദൈവത്തെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ദൈവം ആത്മാവാണ്. സോ അവിടെ നമ്മുടെ ഫസ്റ്റ് ക്രിയേഷൻ എങ്ങനെയാണ്? ഗോഡ് ക്രിയേറ്റഡ് us in the form of spirit. That spirit, ആ ആത്മാവിനെ തന്നെയാണ് ദൈവം ഊതി ആദാമിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോ ബേസിക്കലി ആത്യന്തികമായി മനുഷ്യൻ എന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അവനാരാണ്? ഒരു മനുഷ്യൻ ആരാണ് ആദ്യമായി? ഈ ശരീരമാണോ? അല്ല. മനുഷ്യൻ എന്ന് വെച്ചാൽ അതൊരു ആത്മാവാണ്. സംശയമുണ്ടോ? ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു ആത്മാവാണ്. ആ ആത്മാവിനെയാണ് നാം ജോസ് എന്നും തോമസ് എന്നും മറിയാമ്മ എന്നും ഏലിയാമ്മ എന്നും ചാക്കോ എന്നും മാത്യു എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. യേശു ക്രിസ്തു കള്ളനോട്, വാക്യം നിങ്ങൾക്ക് കിട്ടിയോ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ഏതോ വാക്യം ഞാൻ ആക്ച്വലി നോട്ട് ചെയ്യുമ്പോൾ മറന്നുപോയി. വാക്യം 43-ാമത്തെ വാക്യം വായിച്ചു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ യേശുക്രിസ്തു അത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണശേഷം ഏറ്റവും ഇമ്മിനന്റ് ആയിട്ട്, ഏറ്റവും അടുത്തതായി സംഭവിച്ച ഒരു കാര്യം എവിടെയാണ്? ബൈബിൾ പറയണം, അവൻ ആത്മാവോടുകൂടെ പാതാളത്തിലേക്ക് ഇറങ്ങി.
ആണോ? ഇല്ല, അവിടെ എഴുതിയിട്ടില്ല. അത് എഫേസ് ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും ഉണ്ട്. അപ്പം യേശു ക്രിസ്തു ആത്മാവിൽ ചെന്ന് പാതാളങ്ങൾ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ ഏതാണ് ആ പാതാളം? ആ പാതാളത്തെയാണ് നമ്മൾ വായിക്കുന്ന അബ്രഹാമിന്റെ മടി. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മടി, ഷിയോൾ എന്ന് ഹെബ്രായ ഭാഷയിൽ പറയുന്ന ഈ അബ്രഹാമിന്റെ മടിയിലായിരുന്നു ആരൊക്കെ? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന്റെ കീഴിൽ ശുദ്ധീകരണം പ്രാപിച്ചു വാഗ്ദത്ത മെസ്സിഹയുടെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന വിശുദ്ധന്മാരെല്ലാം പാർത്തിരുന്ന സ്ഥലമാണ് അബ്രഹാമിന്റെ മടി, അല്ലെങ്കിൽ ഷിയോൾ എന്ന ഹെബ്രായ പദത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലം. ഇതിനെ എന്താണ്? അപ്പർ പർദീസ എന്ന് പറയും, അപ്പർ പാരഡൈസ്. ഇതിന് താഴെ ഒരു സ്ഥലമുണ്ട്, അതിനാണ് യാതനാ സ്ഥലം. അവിടെയാണ് നമ്മൾ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ യേശു പറയുകയാണ്, ഈ വ്യക്തി, ഈ കള്ളൻ പറഞ്ഞു, കർത്താവേ, നിന്റെ രാജ്യത്തിൽ നീ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ രാജ്യത്തിൽ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് കൊടുത്ത മറുപടിയാണ് എന്ത്? നീ ഇന്ന് എന്നോടുകൂടെ പർദീസിലായിരിക്കും. അപ്പം ഇവിടെ പറയുന്ന ഈ കള്ളൻ എന്ന് പറയുന്ന ഈ വ്യക്തി, കുരിശിൽ കിടക്കുന്ന വ്യക്തി എന്ന കാണപ്പെടുന്ന ശരീരമാണോ പർദീസയിൽ കാണുന്നത്? അല്ല. ആണോ? അപ്പം ആ വ്യക്തി ഇവിടെ സംസാരിക്കുന്ന യേശുവിനെയും മരിച്ചിട്ട് കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ യേശു പറയാണ്, ഞാൻ ഇന്ന് പർദീസയിൽ ചെല്ലുമ്പോൾ നീ എന്നോടുകൂടെ പർദീസയിൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാണ് ഈ പർദീസയിലേക്ക് പോയത്? ഇവിടെ പറയാണ്, യേശു പറയാണ്, നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ശരിയാണോ? അപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കുമ്പോൾ നമ്മളെ 3 ഘടകങ്ങളും 3ആയിട്ട് പിരിയും. ജഡം വായിക്കാം. എക്ലേസിയാസ് 12-ാമത്തെ അധ്യായം, സഭാപ്രസംഗി 12-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം. Then shall the dust return to the earth as it was, and the spirit shall return unto God who gave it. അതായത് മലയാളത്തിൽ എങ്ങനെയാ ശരീരം? സഭാപ്രസംഗി 12-7. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് നിങ്ങളത് എഴുതി വെക്കണം കേട്ടോ. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ യേശു, പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പ്രാർത്ഥിച്ച ശേഷം പ്രാണനെ വിട്ടു എന്നൊരു വാക്യമുണ്ട്. വായിച്ചിട്ടുണ്ടോ? യേശു പറയണ, പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം തല ചായ്ച്ചു പ്രാണനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവ്, ദൈവത്തിന്റെ വചനപ്രകാരം ആത്മാവ് എവിടെ പോകും? ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകും. ഈ ശരീരം, പ്രാണനും നമ്മൾ പഴയ നിയമത്തിലെ പ്രകാരമാണെങ്കിൽ, യേശുവിന്റെ വാഗ്ദത്ത പ്രകാരമാണെങ്കിൽ, യേശുവിന്റെ പ്രാണൻ എവിടെ പോയി? യേശുവിന്റെ പ്രാണനാണ് പാതാളത്തിലോട്ട് പോയത്. ആരുടെ ആത്മാവാൽ? ഇവിടെ പറയണ, യേശു എന്ന മനുഷ്യ വ്യക്തിക്ക് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യനുള്ളതുപോലെ യേശുവിന് ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവാൽ ദൈവമായി അവർ കാത്തിരുന്ന മെസ്സിഹ എന്ന സ്പിരിറ്റോടുകൂടി ദൈവം, യേശുക്രിസ്തു ആ ജഡത്തിൽ പാതാളങ്ങളിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചു. അവരുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം കാത്തിരുന്ന ആ ക്രിസ്തു, 1 പത്രോസ് 1:10 പറയുന്ന ആ പ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിനെ സംബന്ധിച്ച് അവർ ആരാഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും, ആരോടായിരിക്കും സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളെ മുഴുവനും മുൻപറഞ്ഞ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ച ആ ക്രിസ്തു അവരുടെ അടുക്കിലേക്ക് പാതാളത്തിലേക്ക് ചെല്ലും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വ്യക്തി, ഈ കള്ളന്റെ ആത്മാവും, കള്ളൻ മരിക്കുമ്പോൾ എവിടെ പോകണം? തിരുവെഴുത്തിൻ പ്രകാരം കള്ളന്റെ ആത്മാവ് തിരുവെഴുത്തിൻ പ്രകാരം, ബൈബിൾ പ്രകാരം എവിടെ പോകണം? ആത്മാവോ ദൈവത്തിന്റെ അടുക്കൽ പോകണം. ആത്മാവ് നഷ്ടപ്പെടാൻ കഴിയില്ല. ഈ കള്ളന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഈ കള്ളനാണ്
ഏറ്റവും കുറച്ച് സമയം ഈ ഭൂമിയിൽ ചെലവിട്ടുള്ളൂ. നമുക്കറിയാം, പല ആളുകളും വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ആളുകൾ പോലും മരിച്ച് മൺമറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതിയ നിയമത്തിന്റെ സഭയിൽ മരിച്ച് മൺമറഞ്ഞ കാഹളം ധരിക്കുന്നതിന് വരെയും കാത്തിരിക്കണം, നിദ്ര കൊണ്ട് കാത്തിരിക്കണം. എന്നാൽ ഈ കള്ളനെ സംബന്ധിച്ചിടത്തോളം കള്ളനാണ് ഏറ്റവും വേഗത്തിൽ രക്ഷ കിട്ടിയത്. കള്ളനാണ് അല്ലേ? കള്ളൻ ഒറ്റ വാക്കിൽ എന്ത് കിട്ടി? രക്ഷ കിട്ടി. കള്ളൻ നഷ്ടപ്പെട്ടു പോണ്ടി വന്നോ? ഇല്ല. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കർത്താവേ നിന്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കണമേ. അപ്പൊ കള്ളന് രക്ഷിക്കപ്പെട്ടു. കള്ളനാണ് യഥാർത്ഥമായ സ്നാനമേറ്റ വ്യക്തി. ശരിയാണോ? നമ്മളെല്ലാം സ്നാനമേൽക്കുന്നത് റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തെ പ്രകാരം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുകയാണെന്നാ പറഞ്ഞത്. അപ്പം ഈ കള്ളൻ ആണ് ലിറ്ററലായിട്ട് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായത്. ശരിയാണോ? യേശുവിനോടൊപ്പം മരിച്ചു. അവന്റെ സമർപ്പണം, നാം യേശു മരിച്ച് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ആ വചനം കേട്ട് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ചിലത് സ്നാനമേൽക്കുന്നതിന് പകരം അവൻ ഇത് ലിറ്ററലായിട്ട് ശരിക്കും യഥാർത്ഥമായിട്ടും അവനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോട് മരിച്ചു. അതിനുശേഷം അവൻ ക്രിസ്തുവിനോടൊപ്പം പർദീസായിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ ബദ്ധന്മാരെല്ലാം വിടുവിച്ചപ്പോൾ ഏറ്റവും ആദ്യം വിടുവിച്ചപ്പെട്ട കൂട്ടത്തിൽ ഏറ്റവും ലേറ്റായി ചെന്ന് ഏറ്റവും നേരത്തെ പുറത്തു വന്നു. ഇല്ലേ? അവൻ ബദ്ധന്മാരെ വിടുവിച്ച് ഉയരത്തിൽ കൊണ്ടുപോയി എന്നൊരു വാക്യമുണ്ടോ? അപ്പൊ ബദ്ധന്മാരായി എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന്റെ കീഴിൽ ബന്ധിതരായിരുന്ന, എന്നാൽ കുഞ്ഞാട്ടിന്റെ വരവിൽ പ്രത്യക്ഷതയിൽ കാത്തിരുന്ന് വിശ്രമിച്ചിരുന്ന പഴയ നിയമ വിശുദ്ധന്മാർക്കൊപ്പം ഇവനും എവിടേക്ക് പോയി? ക്രിസ്തുവിൽ മറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് മറഞ്ഞു. അവിടേക്കാണ് നാം ഓരോരുത്തരും മരണശേഷം പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിനായ ജനങ്ങൾ മരിച്ചു കഴിയുമ്പോൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതേത് സ്ഥലമാണ്? യാതന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ ഈ സ്ഥലം, ഈ പറുദീസ എന്നുള്ള സ്ഥലം നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം വായിക്കാം. 19 വാക്യങ്ങൾ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷം നിർത്താം. അപ്പൊ നമ്മൾ പറഞ്ഞു, പഴയ നിയമത്തിലെ വിശ്രമ സ്ഥലത്തിന്റെ പേരാണ് ബോസം ഓഫ് അബ്രഹാം, അല്ലെങ്കിൽ ഷിയോൽ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തിൽ ഇരുന്നത് അബ്രഹാം തുടങ്ങി അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ധനവാനായ മനുഷ്യൻ, അവനും മരിച്ച് എവിടെ പോയി? യാതന സ്ഥലത്തേക്ക് പോയി. ലാസർ മരിച്ച് ദാവീദിന്റെ മടിയിലേക്ക് പോയി, അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ഈ രണ്ട് സ്ഥലത്തിനും ഇടയിൽ മുന്നോട്ട് വായിക്കുമ്പോൾ പറയാണ്, there is a gulf between these two places. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ഒരു കുഴി, ഒരു വലിയ ഗർത്തം ഉണ്ട്. വായിച്ചു. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. വായിച്ചു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തടിപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. ഒരു നിർത്താം. ഇപ്പൊ പറയാണ്, ലാസർ ധനവാൻ കിടക്കുന്ന സ്ഥലത്ത് അവിടെ പറയുന്നു, ഞാൻ അഗ്നിജ്വാലയിൽ വേകുന്നു. അപ്പോ ജീവിതകാലത്ത് സുഖസമൃദ്ധിയിൽ ജീവിച്ച് മോശയും പ്രവാചകന്മാരും പറഞ്ഞ ന്യായപ്രമാണം അനുസരിക്കാതെയും അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ തിരസ്കരിച്ചിട്ട്
തന്റെ സമ്പത്തിലും സുഖഭോഗങ്ങളിലും ആർഭാടങ്ങളിലും ജീവിച്ച് മരണശേഷം തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അതിനെ തിരസ്കരിച്ചു പോയ ധനവാൻ കിടക്കുന്ന ഇടത്തേക്കാണ് ഇന്നും ഈ രക്ഷ സ്വീകരിക്കാതെ ആഡംബരങ്ങളും പള്ളിയും വെടിക്കെട്ടും പെരുന്നാളും കല്യാണം കഴിക്കലും ആഡംബരക്കാരും നമ്മുടെ സഹോദരങ്ങൾ എന്നിരിക്കുന്നു. അവർക്ക് അറിഞ്ഞുകൂടാ ഈ സ്ഥലത്തേക്കാണ് തങ്ങൾ വന്നു കയറാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ചില പ്രത്യേകതയുണ്ട്. മരിച്ചിട്ട് പോയ ഈ മനുഷ്യൻ എന്തുണ്ട്? പൊള്ളുന്നുണ്ടോ? പൊള്ളുന്നുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, വിലാപമുണ്ട്. ആരളിയ മാത്രമല്ല, ചിന്തയുണ്ട്. തവിട് വായിക്കും പറയാണ്, ആരളിയ തവിട് വായിക്കും പറയാണ്, എങ്ങനെ ഇങ്ങോട്ട് ലാസറിനെ അയക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്ക്, എന്റെ നാട്ടിലേക്ക് അയക്ക്. അവിടെയുള്ള എന്റെ സഹോദരന്മാരാരും ഞാൻ കിടക്കണത്ത് വരരുത്. ഹല്ലേലൂയ. മനസ്സലിവുണ്ട് എന്ന് വെച്ചാൽ നരകത്തിൽ ആളുകൾ പറയും, ഓ നമ്മൾ യോഗ്യം പറയില്ലേ, മരിച്ചിട്ട് പിന്നെ എന്ത് പറ്റിയാൽ എന്തറിയാനാ? നമ്മൾ നരകത്തിന്റെ ഭീകരതയെ കുറിച്ച് സുവിശേഷം പറയുമ്പം ആളുകൾ കേട്ടിട്ട് പറയും, മരിച്ചിട്ട് ഈ ശരീരത്തിന് എന്ത് പറ്റിയാൽ എന്ത് പറ്റാനാ? പാവം നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഒരു കുഴപ്പമില്ല, ആരും സംഭവിച്ചോട്ടെ എന്ന് പറയും. പക്ഷേ നാം മരിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഈ യാതനാ സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നത് പൂഴികൾ ഉണ്ടാക്കി ഈ ശരീരം മണ്ണിലാണെങ്കിലും മറ്റ് എല്ലാവിധ സെൻസേഷനുമുള്ള ചിന്തയുള്ള വേദനയുള്ള ഒരു ശരീരത്തോടു കൂടിയാണ് നിന്റെ പ്രാണനെ നരകത്തിലേക്ക് ദൈവം അയക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അവിടെ കിടന്നിട്ട് ഒരു പ്രൊമോഷൻ ഇല്ല, എന്നാൽ നിന്നെ വിളിച്ചു വീണ്ടും അഗ്നിപ്പോയിലേക്ക് കൊണ്ടിടും. നിന്നെ അന്ത്യന്യായവിധികൾ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് നിന്റെ കുറ്റങ്ങൾ മുഴുവൻ, ഇതൊരു റിമാൻഡ് സ്ഥലമാണ്, റിമാൻഡ് പ്ലേസാ. ഈ സ്ഥലത്ത് നീ ആയിരക്കണക്കിന് വർഷങ്ങൾ ചെലവിട്ടതിനു ശേഷം നിന്റെ കുറ്റങ്ങൾ കാര്യകാരണ സഹിതം ബോധിപ്പിച്ച് നിന്നെ സാത്താനും അവന്റെ സൈന്യങ്ങളും കിടക്കുന്ന അഗ്നിപ്പോയിലേക്ക് എറിയും ദൈവം ഒരു നാൾ. ഇന്ന് ഞാനിത് സോഷ്യൽ മീഡിയയിലേക്ക് വിടുന്നതിന്റെ കാരണം ആരെങ്കിലും ഒക്കെ ഈ സത്യങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ സത്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ താഴോട്ട് വായിക്കാം, വായിച്ച സ്ഥലത്ത് നിന്ന് തുറച്ചോട്ട് വായിക്കാം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ഇതൊരു കെട്ടുകഥയാണോ? അല്ല. ഇവിടെ പറയുന്നത് once upon a time there was a man എന്നല്ല, കൃത്യമായിട്ട് പറയുകയാണ്. കൃത്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. എങ്ങനെയാണ്? 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്, there was a certain rich man which was clothed in purple and fine linen and fared sumptuously every day. അപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ചാക്കോച്ചൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ വല്യപ്പൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ വ്യക്തമായി ദൈവം പറയണം, there was a rich man. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കൃത്യമായ കാര്യമാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. പാഴ്വാക്ക് പറയുമോ കർത്താവ്? ഒരിക്കലും പറയില്ല. സത്യം പറയുന്നവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചു. അബ്രഹാം, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ടായിരിക്കും. നിർത്താം. ഇപ്പോ നമ്മുടെ മുൻപ് നമ്മൾ ഇരുന്ന വിശ്വാസത്തിൽ ഇരുന്ന സഭയിലുള്ള ആളുകളൊക്കെ ഈ പിളർപ്പിന്റെ അപ്പുറത്തെ കുഴി കിടക്കുന്നവരെ ഇപ്പുറത്ത് കയറ്റിവിടാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലേ. കുർബാന ചെല്ലിക്കുക, ശബർക്കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുക, പിന്നെ മരിച്ച ആത്മാക്കളുടെ പരേതാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുക. ഈ ബൈബിളിലെ തിരുവെഴുത്തുകൾ പ്രകാരം വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അവരുടെ ഓർമ്മ പോലും ഈ ഭൂമിയിൽ ഇല്ലെന്നാ പറഞ്ഞു. അപ്പോൾ മരണശേഷം ധനവാൻ ജീവിതത്തിൽ സുഖഭോഗങ്ങൾ മുഴുവൻ അനുഭവിച്ച് നരകത്തിന്റെ തീയിൽ കിടക്കുമ്പോൾ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ അബ്രഹാമിനോട് പറയാണ്, ലാസറേ എന്റെ അടുക്കൽ ഒരു തുള്ളി വെള്ളം ഉണ്ടോ? നമുക്കറിയാം, നനഞ്ഞ കയ്യാവുള്ളൂ അല്ലെ, നനഞ്ഞ വിരൽ മാത്രം. അപ്പൊ ഒരു നനഞ്ഞ വിരലിന്റെ സ്പർശനത്തിന് വേണ്ടി പോലും കൊതിക്കുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് കൂടിക്കിടക്കുന്ന ആളുകൾ മരിച്ച് അപകടത്തിലും അല്ലാതെയും വാർദ്ധക്യത്തിലും രോഗം വന്നും മരിച്ച് ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആശങ്കയില്ല. ഇവിടുത്തെ ഈ സംഘടിത മതങ്ങളിൽ വിശ്വസിക്കുന്ന 10,000-കണക്കിന് ആളുകളെ ഓരോ ദിവസവും കുർബാനയിൽ അഭിസംബോധന ചെയ്യുന്ന വൈദികന്, അച്ഛന്മാർക്ക് ഇതിനെക്കുറിച്ച് കൺസേൺ ഇല്ല.
ഹല്ലേലൂയ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവിടേക്ക് ദിനം പ്രതി പോകുകയാണ്. എന്നാൽ മഹത്വത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്നവർ പോലും വരുന്നില്ല. അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഒരു 0.00 കൂട്ടി എത്ര ആയിരങ്ങളുടെ പൂജ്യമിട്ട തികയത്തില്ല. അത്രയും കുറച്ചൊരു അളവ് മാത്രമാണ് ഈ സത്യത്തിലേക്ക് വരുന്നത്. ഈ സത്യത്തിലേക്ക് വരുന്നവരുണ്ടോ? പൂർണ്ണമായ സത്യത്തിലേക്ക് വരുന്നു? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവരുണ്ടോ ഏക സത്യദൈവത്തെ അറിയുന്നു? ഇല്ല. അവരുണ്ടോ പാപമോചനത്തിന് യഥാർത്ഥമായ സ്നാനമേറ്റ് പാപങ്ങൾ മോചിക്കപ്പെടുന്നുള്ളൂ? അവിടെയാണ് ഞാനും നിങ്ങളും ഏറ്റവും റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് സെലക്ഷനിൽ വന്ന് ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നു വായിക്കാം. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. അവിടുന്ന് ഇനി ആർക്കും ഇങ്ങോട്ട് വരാനും കഴിവില്ല. കാരണം ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്ക് ഈ സമയമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. നമുക്കറിയാം, പലരോട് സുവിശേഷം പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പൊ നല്ല ചെറുപ്പമാണ്, സുവിശേഷമൊക്കെ കേൾക്കേണ്ടത് വല്ല കട്ടിലെ കിടക്കുന്ന സമയത്താണ് എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് നീ പെട്ടിയെടുക്കാറാകുമ്പോ നമുക്ക് കേൾക്കാം. അവസരം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നത് ഇന്നാണ് ആ രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദ കാലം. സുവിശേഷം നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ പുറംകാല് കൊണ്ട് ചവിട്ടിയെറിയുന്ന അനേകം ആളുകൾ നമുക്കറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കറിയാം. അത് പറയുമ്പോൾ ചെവി ചുമക്കുകയും മൂക്ക് ഉയർക്കുകയും കവിള് ചുമക്കുകയും തുടുക്കുകയും വികാരം കൊള്ളുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അവരോട് അവർ സമ്പത്ത് എഴുതി വാങ്ങിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതാണ് രക്ഷ എന്ന് പറയുമ്പോൾ ഈ രക്ഷയുടെ കാര്യം പറഞ്ഞ് ഉള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ സഹോദരങ്ങൾ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോട്ട് വായിക്കാം. എന്നാൽ ഇപ്പൊ പറയാ, ഈ മനുഷ്യന് ചിന്തയുണ്ടോ? നരകത്തിൽ പോകുന്നവർക്ക് ചിന്തയുണ്ടോ? വേദനയുണ്ടോ? ഉണ്ട്. നരക്കമുണ്ടോ? വിലാപമുണ്ടോ? പല്ലുകടിയുണ്ടോ? ഈ അവിടുന്ന് പല്ലുകടിക്കും. എന്തിനാണെന്നറിയോ? ഈ മുടിഞ്ഞ സ്ഥലത്ത് വരാതിരിക്കാൻ അന്ന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അന്നൊരു നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഈ വചനം അന്നത്തെ ന്യായപ്രമാണം അനുസരിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് സ്വയം പല്ലുകടിച്ച് തങ്ങൾ ആ വിലാപവും പല്ലുകടിയും അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഈ തീയുടെ നടുവിൽ, ഈ പൊള്ളുന്ന തീയിൽ, ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ കൊടുക്കുന്ന ശരീരം തീയിനകത്ത് വേഗത്തില്ല, പക്ഷേ എല്ലാ വികാരങ്ങളെയും അതിന് ഫേസ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും, എല്ലാ വേദനകളെയും, എല്ലാ ക്രൂരതയും അവിടെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഇവിടുന്ന് കിട്ടുന്ന ഒരു വേറൊരു ശരീരത്തിന്റെ പ്രത്യേകത. എന്നാൽ വിശുദ്ധന്മാർക്കും മറ്റൊരു ശരീരം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരവിടെ കിടന്ന് പറയുകയാണ്, എന്നാൽ പിതാവേ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണം ഞാൻ അപേക്ഷിക്കുക. കാരണം എന്റെ അപ്പൻ ഇനിയും എന്നെ പോലെ മക്കളുണ്ട്. ഹല്ലേലൂയ. അവരും ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന്. അപ്പൊ ഈ മനുഷ്യൻ, അവന്റെ ചിന്ത എന്താണ്? ഞാനിവിടെ അനുഭവിക്കുകയാണ്. നമ്മുടെ ആളുകളാണെങ്കിൽ പറയും എല്ലാവരോടും വന്ന് കിടക്കട്ടെ, അങ്ങനെ ഞാൻ മാത്രം ഇതൊന്നും അനുഭവിക്കണ്ട. അതുകൊണ്ട് ചേട്ടനോ അനിയനോ അമ്മായിപ്പനോ മരുമകനോ നാത്തൂനോ എല്ലാവരും വരട്ടെ, അവരും അനുഭവിക്കട്ടെ. എന്നാൽ ഈ മനുഷ്യൻ ഈ അത്രമാത്രം ഭീകരതയാണ് ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ളത്. പറഞ്ഞു, അബ്രാഹാം പിതാവേ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കുക, അവിടുന്ന് ആരും ഇങ്ങോട്ട് വരരുത്. നമ്മളെ പരീക്ഷ തോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തോറ്റ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഞാൻ ഒറ്റയ്ക്കാണ് തോറ്റത്, കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെ? തല്ല് കിട്ടുമ്പോഴും ഉണ്ടാവും. എനിക്ക് മാത്രമേ തല്ല് കിട്ടിയുമ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ, അതൊരു സന്തോഷം. അപ്പൊ ഈ ധനവാന് പക്ഷേ മറിച്ചാണ്. അവസരം നഷ്ടപ്പെട്ടു പോയവന്റെ വിലാപമാണത്, നഷ്ടപ്പെടുത്തിയതിന്റെ വിലാപമാണ്. അവൻ പറയാണ്, ഒരുത്തിന് വരരുത്, ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നു, എന്റെ വീട്ടിൽ ഒരുത്തിനും അറിയരുത്, അവര് ഇവിടെ വരാതിരിക്കണം. എന്തുമാത്രം കൺസേൺ ഉള്ള ഒരു മനുഷ്യനാണ്. വായിച്ചോ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ ലാസറി എന്നിട്ട് സാക്ഷ്യം പറയണം. എന്ത് പറയണം? നിങ്ങളുടെ ചേട്ടന്മാര്, ചേട്ടനൊരുത്തൻ
നരകത്തിന് തീ കിടപ്പുണ്ട്. ഞാനാണ് അവൻ. കാരണം നിങ്ങൾ പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ചേട്ടന്റെ വീട്ടിൽ. അപ്പോ മേശക്കടി കിടക്കുന്ന ഒരു കുഷ്ഠരോഗിയെ നീ കണ്ടിട്ടുണ്ടല്ലോ. അവനാണ് ഞാൻ. ഞാനിപ്പോൾ തേജസ് മഹത് അബ്രഹാമിന്റെ മടിയിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. കാരണം പലപ്പോഴും അവരും കണ്ടിട്ടുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ മറുപടി എന്തായിരുന്നു? അബ്രഹാം അവരോട് അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട്, അവിടെ സുവിശേഷകന്മാരുണ്ട്, അവിടെ പാസ്റ്റർമാരുണ്ട്, അവിടെ ദൈവവചനം പറയാൻ വേണ്ടി ഞാൻ ആളുകളെ വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് കേൾക്കാത്തവൻ മരിച്ചവരുടെ നിന്നും ഒരുവൻ പോന്ന് പറഞ്ഞാലും കേൾക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇത് പറയാൻ ചെല്ലുന്നവന്റെ ചെവിട്ട് തടിച്ച് അവന്റെ മൈക്കും തട്ടി പൊട്ടിച്ച് അവന്റെ ബൈബിളും വലിച്ചു കീറി കത്തിച്ചു കളയുന്നവൻ അവിടെ ചെന്ന് കിടന്നോർക്കും, അയ്യോ ഞാൻ എന്തൊരു പണിയാ ചെയ്തത്. ഹല്ലേലൂയ. വായിക്കാൻ തോന്നും. അബ്രഹാം പിതാവെ മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും. ഇപ്പം കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? ചെയ്യേണ്ട കാര്യമൊക്കെ അബ്രഹാമിനോട് പറയുകയാണ്. അബ്രഹാം പിതാവെ ഇങ്ങനൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. നമ്മളും പലപ്പോഴും പറയില്ലേ, അവർ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ആ ചിന്തയാണ്. നമ്മൾ ചിന്തിക്കും അവർ വിശ്വസിക്കണം ഇങ്ങനൊക്കെ ചെയ്യണമെന്ന്. പലപ്പോഴും നമ്മളും പറഞ്ഞാലൊന്നും നടക്കത്തില്ല. ദൈവം അവർക്ക് കൊടുക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ, ദൈവം അവരുടെ കാതു തുറക്കാതെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. നമ്മൾ പറയുന്ന സുവിശേഷത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അത് ഇരുവായിട്ടുള്ള വാളാണ്. ആ സുവിശേഷം ചെന്ന് കഴിയുമ്പോൾ അതിൽ ആ വെട്ടുകൊള്ളുന്ന ആ വെട്ടുകൊണ്ട് ആ വെട്ട് തന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നവന് ആ വെട്ടവന് നന്മയായി തീരും. ആ വെട്ടുകൊണ്ട് അന്ന് അതിനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്തവനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് സുവിശേഷം ഇടപെടുന്ന സമയത്ത് അതിനെതിരെ പല്ല് കടിക്കുന്നവനെല്ലാം സുവിശേഷം നിമിത്തം ആരണിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന അവിടുന്ന് ഒരുവൻ ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ലെന്ന് പറഞ്ഞു. താവട്ട് വായിക്കും എന്ന് പറഞ്ഞു. അവൻ അവരുടെ മോശയും പ്രവാചകന്മാരെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, നമ്മൾ ഓർക്കും അനേകർ വിചാരിക്കും മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. ശരിയാണ്. നമ്മള് വിശ്വാസികൾ മരിച്ചാൽ യേശു ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയ ഒരു വ്യക്തി അവൻ ക്യാൻസർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരക രോഗങ്ങളാലോ ട്യൂമർ വന്നോ ബാധിച്ച് വേദന അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് മരണത്തോടുകൂടി വേദന എന്ത് ചെയ്തു? കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ കഷ്ടവും ദുഃഖവും ദുരിതവും തല്ലിപിടുത്തവും വഴക്കും എല്ലാം കഴിഞ്ഞ് ഇവിടെ യാതനയും ഇവിടെ കുഷ്ഠവും ഇവിടെ മറ്റു രോഗങ്ങളും കഴിഞ്ഞു. ഇതിങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്തും ഇതൊന്നും കഴിയുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു ആശ്വാസ വാക്ക് പറയാൻ വേണ്ടി ആരും വരികയില്ല. ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ്. സാരമില്ല കേട്ടോ, ഇതിനൊരു അവസാനമുണ്ട്, ഇതൊക്കെ മാറുമെന്ന് പറയാൻ പോലും ആരും അവിടെ ചെല്ലുകയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര ഭീകരമാണ് മരണം! എത്ര ഭീകരമാണ് മരണത്തിന്റെ അന്ത്യമാകുന്ന നരകം! ഈ സത്യത്തെ എത്ര പേർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ദൈവത്തിന്റെ വചനം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുന്ന ഒരു സമാധാനത്തിന് ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തിരുവെഴുത്തെ വായിച്ചപ്പോൾ പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് അതിനെന്തില്ല? മരണമില്ല. അത് എവിടേക്ക് പോകുമെന്ന് പറഞ്ഞു? അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ദേഹവും ദേഹിയും എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നതും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ താല്പര്യം വേണം അതിനകത്ത്. നമ്മളെവിടെ പോകണം തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, നന്മയും തിന്മയും ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കും. നമ്മുടെ കൺഫെഷൻ വേണം ദൈവത്തിന് മുമ്പാകെ. അപ്പാ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണം, എന്റെ പാപങ്ങളെ പൊറുക്കണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറയുന്ന ഒരു കൺഫെഷൻ നമ്മുടെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നാം ജീവനിലേക്ക് കടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം വായിക്കും. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട,
ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടും. അവിടെ ഒരു കാര്യം മിസ്സിങ് അല്ലെ. അവിടെ ദേഹത്തെയും ദേഹിയെയും കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവ് അവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞില്ല. എന്താ പറയാതിരുന്ന കാര്യം? ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. ആത്മാവ് ദൈവത്തിന്റെ ഭാഗമാണ്. ആമേൻ. എന്നാൽ നമ്മുടെ ദേഹത്തെയും ദേഹിയെയുമാണ് ശിക്ഷിക്കാൻ കഴിയുള്ളൂ ദൈവത്തിന്. പിശാചനും നമ്മൾ തൊടാൻ കഴിയുന്ന ഈ രണ്ട് മേഖലയിലുള്ള ആത്മാവിനെ തൊടാൻ കഴിയില്ല. അപ്പോ ഈ ദേഹത്തെയും കൊല്ലും. ഇപ്പൊ നമ്മൾ സുവിശേഷത്തിന്റെ പേരിൽ നമ്മളെ കൊന്നാലും അപ്പോസ്തലന്മാരെല്ലാം കൊല്ലാനും ഒക്കെ തയ്യാറാകുന്നതിന്റെ കാര്യം എന്താണ്? ഈ ദേഹത്തെ കൊന്നുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ല. കാരണം പൗലോസ് തന്നെ പറഞ്ഞത്, വല്ല വിധനെ ഈ കൂട് വിട്ട് പുറത്തു പോകാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ആഗ്രഹിക്കുകയല്ലേ. നമുക്കിത് വായിക്കാം. 2 Corinthians chapter 5. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം. ഇതെന്താണ്? ഞങ്ങൾ പാർക്കുന്ന ഭൂമിയിലെ ഭവനമാണ് എന്ത്? ഈ കൂടാരം. എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്ന ആരാണ്? പൗലോസ് എന്ന ആത്മാവ് പറയുകയാണ്, ഈ പൗലോസ് എന്ന ആത്മാവിന്റെ കൂടാരമാണ് ഈ ഭൗമികമായ ഭവനം. ഭൂമിയിൽ നിന്ന് കിട്ടിയ ഭവനം അല്ലേ? ആണോ? അപ്പൊ ആ ഭവനം ഞങ്ങൾ കഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് എന്തുണ്ട്? കൈപ്പണിയല്ലാത്ത സ്വർഗത്തിൽ നിന്ന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ വായിച്ചോ. കൈപ്പണിയല്ലാത്ത എവർലാസ്റ്റിംഗ് ഹൗസ് അല്ലേ? നിത്യമായ ഒരു ഭവനമാണ്. ഹല്ലേലൂയ. നമ്മൾ മാറ്റപ്പെടാൻ പോകുന്ന ഭവനം എങ്ങനത്തേതാണ്? കൈപ്പണിയല്ലാത്തതാണ്. നിത്യമായ ഭവനത്തിലേക്കാണ് നമ്മൾ മാറ്റപ്പെടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചു. ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുണ്ട്? നരക്കമുണ്ട്. നിറങ്ങിക്കൊണ്ടല്ല. ആമേൻ. വായിച്ചു. നഗ്നരായിട്ടല്ല. ഇവിടെ ഈ കൂടാരത്തിൽ ഞങ്ങള് ഉടുപ്പുള്ളവരായിട്ടല്ല ഇരിക്കുമ്പോഴും നഗ്നരായിട്ടല്ല ഇരിക്കുമ്പോഴും ഞങ്ങൾ നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് പറയാണ്, ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വല്ല വിധേനയും ഈ കൂടാരം വിട്ട് പുറത്തു പോകണം. ഫിലിപ്പ് ലേഖനം 3:10 പറയുകയാണ്, എങ്ങനെയാണ്? അങ്ങനെ വല്ല വിധേനയും മരിച്ചവരിന്നുള്ള പുനരുത്ഥാനം ഉണ്ടാകണം. എങ്ങനെയാ? കർത്താവിന്റെ ക്രൂശ് മരണത്തിന് അനുസൃതമായ ഒരു മരണം വരിക്കണം എനിക്ക്. നമ്മളൊക്കെ മരണം ഒഴിവാക്കാൻ നടക്കുമ്പോ പോൾ പറയാണ്, എനിക്ക് കർത്താവിന്റെ മരണത്തിന് ഈക്വൽ ആയിട്ടുള്ളൊരു മരണം വരിക്കണം. അല്ലെ? ഇന്ന് വായിച്ച ഫിലിപ്പിയർ 3:10 എനിക്ക് തോന്നുന്നു. ഒൻപത് വായിച്ചു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനത്തിന് പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു. എല്ലാം ചവറാണ്. നേടിയ വിദ്യാഭ്യാസം, ഗമാലിയൽ കോളേജ് ഓഫ് തിയോളജിയിൽ നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ, മാസ്റ്റേഴ്സ് ഡിഗ്രികൾ എല്ലാം ചപ്പാണ്, ചവറാണ്. വല്ല വിധേനയും അവന്റെ രൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു പുനരുദ്ധാനം എനിക്കുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പ് വായിച്ചത് എവിടെയായിരുന്നു? മുമ്പത്തേത് ഇതിനുമ്പ് വായിച്ച ഭാഗം 2 കൊരിന്ത്യരിലേക്ക് പോകാം. 2 കൊരിന്ത്യർ 5 ബാക്കി.
ഉരിയുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകണം. എന്ന് വെച്ചാൽ ഈ മോർട്ടൽ ഷാൽ ബി മൂവ്ഡ് ബൈ ദ ഇമ്മോർട്ടൽ. ഇത് നീങ്ങിപ്പോയിട്ട് അനശ്വരമായ നശിക്കാത്തതൊന്ന് വരണം. വായിച്ചു. മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുന്നു. എന്തിന്റെ മീതെ ഉടുപ്പാനാണ്? ഈ ദേഹത്തിന്റെ മീതെയല്ല, പൗലോസ് എന്ന ആത്മാവിന്റെ മീതെ ആ പുതിയ ദേഹം ഉടുക്കുവാൻ. വായിച്ചു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെടും. നമ്മളാണ് എന്ത് വിചാരിക്കും? എങ്ങനെങ്കിലും ഒരു മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ കല്യാണവും എല്ലാം കണ്ടിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത് അല്ലേ? നമ്മളങ്ങനെയല്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, പൗലോസിന് അവിടെ എത്തിച്ചേരാൻ ഉത്സാഹം എന്നറിയാമോ? പൗലോസ് 3-ാം സ്വർഗം വരെ ഒന്ന് പോയി, ഒന്ന് എടുത്തുകൊള്ളപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളിക്കാരൻ ഇവിടെ നിൽക്കാനോട്ട് താല്പര്യം ഇല്ല. പുള്ളി പറയണേ, എങ്ങനെയെങ്കിലും ഈ കൂട് പറിച്ചു കളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നീ വല്ല തല്ലിക്കൊന്നാലോ, കെട്ടിത്തൂക്കി കൊന്നാലോ, ക്രൂശിലേറ്റി കൊന്നാലോ, ഓ വളരെ സന്തോഷം, വാന്ന് പറഞ്ഞ് കാത്തിരിക്കുക. നമ്മളോ പറയണം. ചില കാരണവന്മാരൊക്കെ നമ്മളറിയാം, ഈ പണ്ട് കാലത്തെ കാരണവന്മാർ ഇപ്പോഴും 90 ആയി കിടക്കുന്നവരെ നമ്മൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ ആശുപത്രിയിലേക്ക് നല്ല ഗാർഡന്റെ ഇടയിലൊക്കെ കാർ ഓടിച്ചു കൊണ്ട് കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഓ ഇവിടൊക്കെ വരാനും ഇതൊക്കെ കാണാനും ഇവിടെ 10 ദിവസം കിടക്കാനും ഒരു വലിയ ഭാഗ്യമായി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെ പറയുന്നത്. അപ്പോ എന്തിനാ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്ന് കുട്ടപ്പനായും എടുക്കാനായിട്ട് പോയിട്ട് പിന്നെയും അടുത്തൊരു പ്രാവശ്യം ഇവിടെ വരുന്നിടം വരെയും അടിച്ചുപിടിച്ച് ജീവിക്കുകയാണ്. മക്കളെ കാണണം, കൊച്ചുമക്കളെ കാണണം, അവരെ അനുഗ്രഹിക്കണം, അവരുടെ കൂടെ അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കണം, അവരുടെ കുഞ്ഞുങ്ങളെ കാണണം. ഇവിടെ പൗലോസ് പറയുകയാണ്, വല്ല വിധേനയും എനിക്ക് ഒരു പുനരുത്ഥാനമാണ്. അതിനുവേണ്ടി എനിക്ക് എങ്ങനത്തെ മരണമാണ് ഇഷ്ടം? കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു മരണം ആവശ്യമുണ്ട്. ചില്ലറ കാര്യമൊന്നുമല്ല ആവശ്യം, അല്ലേ? ചില്ലറ കാര്യമൊന്നുമല്ല, തല്ലുകൊണ്ടി ആവണമെന്നൊന്നുമല്ല. എനിക്ക് അനുഭവിക്കണം, എന്റെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളുടെ അനുഭവങ്ങളുടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ എനിക്കുണ്ടാവണം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? നിരങ്ങുക. നമ്മൾ നിരങ്ങുന്നെങ്കിൽ എന്തിനാണ്? ഈ കട്ടിലെ ഈ പനി മാറി എഴുന്നേറ്റിരുന്ന ജോലിക്ക് പോകാമായിരുന്നു നമ്മൾ നിരങ്ങുന്നെങ്കിൽ. പൗലോസ് പറയുകയാണ്, ഈ കൂട്ടായ്മ ഇത് ഇന്നാതുകൾ നിരങ്ങുകയാണ്, എനിക്ക് കർത്താവിനോടുകൂടെ ആയിരിക്കണം. വായിച്ചു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവമാണ്. ഈ ദൈവത്തിന്റെ ആത്മാവ് അച്ചാരമായി ഞങ്ങൾക്ക് അഡ്വാൻസായി നൽകിയ ഈ ആത്മാവിനെ തന്ന ദൈവമാണ് ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ശക്തി നമുക്ക് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ സഭയിൽ പോയിട്ട് ബാപ്റ്റിസം എടുത്ത്, അത് ട്രിനിറ്റി ആയാലും വണ്ണസ് ആയാലും, എന്നിട്ട് അവിടുന്ന് യാരാലാ ഷാവാഷാ സാളാഷാറ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആത്മാവിനെ കിട്ടിയെന്ന് പറയുക. പിന്നെ സകലമാന വൃത്തികേടുകൾക്കും മുൻപന്തി നിന്ന് പറയും, ഞങ്ങൾ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത്. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് അവസാനമായിട്ട് എപ്പോഴാണ്? ബൈബിള് പറയുന്ന ആത്മാവ് നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി കുറയുമോ? മനസ്സിലായില്ല. നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ മൊബൈൽ ചാർജ് മൊബൈലിൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്താലും, മൊബൈലിൽ നമ്മൾ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഡാറ്റ ചാർജ് ചെയ്താലും, ഈ 2 കാര്യവും നമുക്ക് എന്ത് ചെയ്യും? കുറയും. നമ്മൾ ഉപയോഗിച്ച് തീർക്കുക, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ 10 വർഷം മുമ്പ് സ്നാനപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ 3 ദിവസം ഉപവാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മാഭിഷേകം പ്രാപിച്ചതെന്ന് പലരും അവകാശപ്പെടാറുണ്ട്. ഉണ്ടോ? ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് ആത്മാഭിഷേകം പ്രാപിച്ചു, ഞങ്ങൾ 3 ദിവസം ഉപവാസം എടുത്തപ്പോൾ ആത്മാഭിഷേകം പ്രാപിച്ചു. ഇങ്ങനെ അപ്പോസ്തലന്മാർ ചെയ്തൊരു കാര്യം കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ ഞാനൊന്ന് എടുത്തോട്ടെ.
ഒരു കൂടെ കർത്താവ് അവരോട് ശക്തി പ്രാപിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് നിർത്തി. അല്ല, അവര് ഉപദേശം പ്രസംഗിക്കാൻ അവരെ വിലക്കിയപ്പോ അവരൊരു ഫ്രഷ് ടച്ച്, ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ ഒരു അഭിഷേകത്തിന് വേണ്ടി, സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി, ശക്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൺലൈനിലുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാട്ടോ. അവർ കൂട്ടാളികളുടെ അടുത്ത് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയുടെ സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ 24 തൊട്ട്. ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയിൽ മുന്നിൽ വെച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ. അല്ല, ഒരു പറയുന്നത് വിശ്വസിക്കുന്നവർക്കുള്ള മേഘഹൃദയം മേഘം മനസ്സിൽ ഉള്ളവരെ. അല്ല, 5-ാമത്തെ അധ്യായം. അത് എത്രാമത്തെ വാക്യമാണ്? അവർ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ആത്മാവിനെ ഒരിക്കൽ കൂടെ അവർ ആവശ്യപ്പെടുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഉണ്ട്, അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചാൽ മതിയല്ലേ, ഞാനിത് ടെക്സ്റ്റ് ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ അപ്പോസ്തലന്മാര് ഒരു പുതിയ ശക്തിക്ക് വേണ്ടി 5-ാമത്തെ അധ്യായത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ആത്മാവിന്റെ ഒരു അധിക ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാണാം. അവരാരാണ്? പെന്തക്കോസ്ത് തിരുനാളിൽ പിളർന്ന തീനാവുകളെ പോലെ ആത്മാഭിഷേകം പ്രാപിച്ചവരാണ്. ഈ അഭിഷേകം അവർക്ക് എന്നും ആവശ്യമായിരുന്നു. കാരണം ഇത് ഉപയോഗിക്കുന്നതോറും നമ്മൾ എപ്പോഴും ഈ ഉറവയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ദൈവത്തിന് മുമ്പ് നമ്മൾ ചോദിക്കണം, ഈ ലാസ്റ്റ് എന്നാണ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് ആത്മാവിന്റെ ഒരു ഫ്രഷ് ടച്ച് എപ്പോഴും നമുക്ക് വിശ്വാസികൾക്ക് ആവശ്യമുണ്ട്. അല്ലാതെ നമുക്ക് എന്തോ കിട്ടി എന്നുള്ള വിചാരത്തിന് മേൽ നടക്കേണ്ടവരല്ല നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് ചേരും. നമ്മൾ മരിക്കുമ്പോൾ വിശ്വാസിയുടെ ദേഹം ക്രിസ്തുവിൽ മറയും. ഹല്ലേലൂയ. വിശ്വാസിയുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോകും. അവിശ്വാസിയുടെ അശുദ്ധന്റെ ദേഹം മണ്ണിലേക്ക് പോകും. അവന്റെ ദേഹിയും ദേഹവുമായി അവൻ യാതനാ സ്ഥലത്തേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേഹി കഷ്ടം അനുഭവിക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളും അങ്ങനെ ആ ദേഹത്തിലുള്ള നാം 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരോടാ പറയുന്നത്? പൗലോസ് തെസ്സലോനിക്കയിലുള്ള സഹോദരന്മാർ എന്ന് വെച്ചാൽ യേശുവിൻ രക്തത്താൽ പൗലോസ് പ്രാപിച്ച അതേ അഭിഷേകമുള്ള, അതേ വിശ്വാസം പ്രാപിച്ച, അതേ രക്ഷ കൈവരുന്ന ആളുകളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ പുറത്തുള്ള അവിശ്വാസികളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിക്കരുത്. അതിന്റെ കാരണം എന്താണ്? വായിച്ചു. ഈ പ്രത്യാശയിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. യേശു മരിക്കുകയും
ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്ത പോലെ എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ എന്ന് വെച്ചാൽ അന്ന് വരെ ശരീരത്തിൽ ജീവനോടിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് എന്ന് വെച്ചാൽ മരിച്ചിട്ട് വരുന്നവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അങ്ങനെ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച്, അല്ലേ? അങ്ങനെ വായിച്ച 21 വാക്യം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും. അപ്പൊ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവും നമ്മളെ കുഴിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ ദേഹവും ഒരുമിച്ച് നാം അവിടെ ദേഹവും ദേഹിയും ആത്മാവും അനന്യമായി തേജസ്സുള്ള ശരീരത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വെളിപ്പെടാൻ പോകുന്നത് നമ്മുടെ ദേഹി, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ദേഹി ട്രാൻസ്ഫോം ചെയ്ത് സ്വർഗീയ ശരീരമായും നമുക്ക് നൽകപ്പെട്ട ആ ആത്മാവും ആ തേജസ്സുള്ള ശരീരത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ വെളിപ്പെടും. അവണ്ണം തന്നെ നിദ്ര കൊണ്ടവരും അത്തരം ഒരു ശരീരത്തിലേക്ക് ദൈവം രൂപാമ വരുത്തും. ആ ശരീരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന്റെ കാഹളത്തോട് ഇറങ്ങി വരുമ്പോൾ നാം ആ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെട്ട് മാറും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 15 50 മുതൽ 54 വരെ വാക്യം വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വത്തെ, അതായത് ദ്രവിച്ചു പോകാത്ത സ്ഥിരമായ സ്ഥായിയായിട്ടുള്ള അവസ്ഥയെ കൈവശമാക്കാൻ കഴിയില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നുവെച്ചാൽ ചിലരെങ്കിലും, അപ്പൊ നമ്മൾ ചോദിക്കും, ഇത് തെസ്സലോനിക്ക സഭയിലുള്ളവരൊക്കെ നിദ്ര കൊണ്ടുപോയില്ലേ? പോയോ? അവരുണ്ടോ ഇപ്പോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ പുസ്തകം അഭിസംബോധന ചെയ്യുന്ന നേരെ മുമ്പിലുള്ള ഒരു ഓഡിയൻസിനെ മാത്രമല്ല, ഇത് വായിക്കുന്ന അവസാന ഭക്തിയും ഈ തെസ്സലോനിക്ക സഭയുടെ ഭാഗമായിട്ട് കൂട്ടണം, അല്ലെങ്കിൽ തിരുവഴുത്തിന്റെ ഭാഗമായിട്ട് കൂട്ടണം. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമ്മളോട് ദൈവം പറയുകയാണ്, ഒരു സഭയിൽ 10 പേരുണ്ടോ, ഈ 10 പേരിൽ ചിലർ മരിച്ചു പോയേക്കാം, എന്നാൽ ചിലരുണ്ടായിരിക്കും ജീവനോട് രൂപാന്തരപ്പെടുന്ന കൂട്ടത്തിൽ. ആമേൻ. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കണം. അപ്പോൾ മരണം നീങ്ങി, അങ്ങനെ കൂടി ജയം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. യോഹന്നാൻ 6:63 പറയാണ്, എന്താണ്? ദൈവത്തിന്റെ ആത്മാവാണ്, ആത്മാവ് ആണ് ജീവൻ നൽകുന്നത് എന്ന് പറയുക. ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും അങ്ങനെ തോന്നുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനമാണ് ആത്മാവ്, അതാണ് ജീവൻ നൽകുന്നത്. അതിനെ കൂടാതെ ജീവനുണ്ടെന്ന് അവകാശപ്പെടുന്നവരെല്ലാം മരണപ്പെട്ടവരാണ്. സമ്പ്രദായങ്ങളും മതങ്ങളും ദൈവത്തിന്റെ വചനത്തിന്റെ അന്തസ്സത്ത ചോർത്തിക്കളഞ്ഞിട്ട് നടത്തുന്ന പ്രസ്താവനകളിൽ ജീവനില്ല. യേശു പറഞ്ഞാൽ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും
സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും എത്രയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് അത് ഒന്നുകൂടി ശ്രദ്ധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. അപ്പൊ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്, ദൈവസഭയെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് സമാധാനം നൽകുന്ന ദൈവത്തിന് മാത്രമാണ്. ആരെങ്കിലും ഈ സമാധാനത്തിന് ഓഹരിക്കാരാവണമെങ്കിൽ അവർ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകളെ അനുസരിച്ച്, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം മരണം വിട്ട് ജീവനിൽ കടക്കുകയാണെങ്കിൽ ദൈവം അവരുടെ പൂർണ്ണമായും അവരുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുകയും അവരുടെ ദേഹിയും ദേഹവും നരകത്തിൽ പോകാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന വിശേഷപ്പെട്ട സ്ഥാനങ്ങളിൽ ചേർക്കും. കാഹളം ധ്വനിക്കുമ്പോൾ ആ മൂന്നും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് നാം ഉയർത്തെഴുന്നേറ്റ് ആ ഖബറിങ്കൽ നിൽക്കുകയും ഹല്ലേലൂയ അന്ന് ജീവനോടെയുള്ളവർ രൂപാന്തരപ്പെടുകയും അങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെടുകയും ചെയ്യും. ഇത് കെട്ടുകഥയല്ല. ഇതിന് സംഭവിക്കാൻ പോകുന്ന, ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്നു ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകാൻ കുറുക്കു വഴികളില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഞാൻ വായിച്ച വചനത്തിൽ അവിടെ എവിടെയും കണ്ടിട്ടില്ല. ദിനം പ്രതി വിശുദ്ധീകരണത്തെക്കുറിച്ചും ആത്മാവിന്റെ നിറവിനെക്കുറിച്ചും വിശുദ്ധിയുടെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് സഭകൾ അത് ഏകദൈവമായാലും ത്രിയേക ദൈവമായാലും ജീർണതയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തു മറ്റുള്ളവരിൽ കാണപ്പെടണം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിന്റെ കനികൾ കണ്ട് ക്രിസ്തു ഇവരിൽ ഉണ്ടെന്ന് പറയണം. എന്നാൽ നാം കേവലം ഉച്ചഭാഷണികളായി, മൈക്കുകളായി അധപ്പതിച്ചു അതിന് പിന്നിലുള്ള ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നവൻ പൂർണ്ണമായും മലിനപ്പെട്ടിരിക്കുമ്പോൾ ബൈബിൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്ന് പറയും. ഇന്ന് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ വളരെ ചുരുക്കം. ഹല്ലേലൂയ. കൃപയാൽ നാം ഈ സത്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇതാണ് നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ള കഷ്ടതകളും പ്രയാസങ്ങളും നമുക്കുണ്ട്. നമുക്ക് കണ്ണിന് പകരം കണ്ണോ പല്ലിന് പകരം പല്ല് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ വിശ്വാസികളെ പലരും അങ്ങനെയാണല്ലോ അവനെ വിടുന്നില്ല, ഇപ്പൊ തന്നെ പിടിക്കണമെന്ന് പറഞ്ഞ് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാരാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനം ഉണ്ടായിട്ട് ക്രിസ്തുവിന്റെ മനോഭാവം നമുക്കില്ല എങ്കിൽ നാം എത്രമാത്രം സുവിശേഷം പ്രസംഗിച്ചാലും അത് ടേപ്പ് റെക്കോർഡറോ ഉച്ചഭാഷണിയോ മാത്രമായി തീരും. അചേതന വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമായി തീരും. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ജീവനാകണമെങ്കിൽ അതിന് പിന്നിൽ ജീവിക്കുന്ന ഒരു സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആരോടെ പറയുന്നു, "And the very God of peace sanctify you wholly, and I pray God your whole spirit and the soul and the body be preserved blameless unto the coming of our Lord Jesus Christ." കർത്താവിന്റെ വരവെങ്കിൽ ആരടിയ കുറ്റവും കുറവുമില്ലാതെ സൂക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആരടിയ എത്രമാത്രം വിശേഷപ്പെട്ട ഒരു വിളിയാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരടിയ ബൈബിളിൽ സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് പ്രസ്താവിച്ച് നാം പലപ്പോഴും കേട്ടിട്ടില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം താൻ തന്നെ ഈ ലോകത്തിലേക്ക് വരുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരാർത്ഥമായി തന്റെ ജീവനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവത്തെ സ്നേഹിച്ചു. കാരണം നമ്മിൽ നിക്ഷേപിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് എത്രമാത്രം വിലയേറിയതാണ് എന്ന് മത്തായി 16:14 പറയാൻ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നമ്മൾ നേടുന്ന സമ്പാദ്യങ്ങൾ, കെട്ടിടങ്ങൾ, ബാങ്ക് ബാലൻസ്, ആസ്തികൾ, മക്കൾ, തലമുറകൾ, പേര്, പെരുമ എല്ലാം നമുക്ക് നൽകിയ ആത്മാവിനെ തുലനം ചെയ്യുമ്പോൾ ആലളിയ ഈ ലോകത്തെക്കാൾ വിലയേറിയതാണ് എന്ന് ദൈവത്തിനറിയാം. ആ സത്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് 1-2 പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്രമാത്രം നല്ലവനാണ് അല്ലേ. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, ദൈവം എത്രമാത്രം നല്ലവനെന്ന് അവൻ രുചിച്ചറിയും. ടേസ്റ്റ് ആൻഡ് നോ ഹൗ ഗുഡ് അവർ ഗോഡ് ഈസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നാൾതോറും അരളിയെ നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കുറവില്ലാത്തവരാണ് നാം എന്ന് നമ്മുടെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു പാട്ട് പാടാം. എൻ ദൈവമേ നന്ദി യേശുപരാ